നമുക്കിപ്പോൾ ശ്രീ രഞ്ജിത്ത് അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സാർ കേൾക്കാമോ? എന്താണ് സാർ താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? നമ്മള് കുറച്ചു മുമ്പാണ് അറിഞ്ഞത്. എല്ലാ കുട്ടിയും രണ്ടു കുട്ടിയും കൂടെ ആൺകുട്ടി ഞങ്ങളിപ്പോ ഹോസ്പിറ്റലുണ്ട്. ഇതുവരെ ഞങ്ങളെ ബോഡി കാണിച്ചിട്ടില്ല. ഇതുവരെ ബോഡി കാണിച്ചിട്ടില്ല. പോലീസുകാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബോഡി കാണിച്ചിട്ടില്ല. കുടുംബ പ്രശ്നമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അവരുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു നാട്ടിൽ കൂട്ടർ കൊണ്ട് വെച്ച് കുട്ടികളെ ഏറ്റി ചാടുവാണെന്നാണ് അറിയാൻ സാധിച്ചത്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കമോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അറിയാമായിരുന്നോ? ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെയും ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ നമ്മളത് നേരിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. കൈമുറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നേരിട്ട് സത്യാവസ്ഥ അറിയത്തില്ല. അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ അകത്തോട്ടൊന്നും നമ്മളെ കയറ്റി വിടുന്നില്ല. ഈ അടുത്ത കാലത്ത് സംസാരിച്ചിരുന്നോ? നേരിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നോ? ഒരു 2-3 ആഴ്ച മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വിഷയത്തിനല്ല, അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിച്ചിരുന്നത്. ഈ അവരുമായി വ്യക്തിപരമായി പരിചയമുള്ള സുഹൃത്തുക്കളുമായൊക്കെ ശേഷം താങ്കൾ സംസാരിച്ചോ? എന്താ സംഭവിച്ചെന്നുള്ളത്? സംസാരിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ശരി. ശ്രീ രഞ്ജിത്ത് മുത്തോലിയാണ് സംസാരിച്ചത്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്.